ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ എണീറ്റ് പാടെ കണ്ട കാഴ്ചയാണ് ഇട്ടത്. ഇന്നലെ ദോശക്ക് മാവ് ആട്ടി വെച്ചതാണ്. പൊങ്ങിയിട്ട് ആകെ പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും. ഇന്ന് ഞാൻ ഇഡലിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. മാവ് പൊങ്ങിയതുകൊണ്ട് ഇഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കറിയായിട്ട് ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുട്ടികളൊക്കെ മദ്രസക്ക് പോയിട്ടുണ്ട്. ഐശുട്ടി എണീറ്റിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചായയൊക്കെ കുടിച്ചു. ഇന്ന് ഞാൻ ഉച്ചക്ക് ഒരു ചീരത്തോരൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കണതിനേക്കാളും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് വെറുതെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ചീര നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെക്കുക. ഇതിൻ്റെ ഈ പൂവ് പോലത്തെ ഭാഗം എടുക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല പോലെ ചീര ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക. ഇത് ഞങ്ങളെ തൊടിയിൽ തന്നെ ഉണ്ടായ ചീരയാണ്. അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഇതെല്ലാം എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നമ്മളെല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം കേട്ടോ ചട്ടി അടുപ്പത്തേക്ക് വെക്കാൻ. അത് കഴിഞ്ഞിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കഞ്ഞിവെള്ളം കൂടുതലാകരുത്. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചീര ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചീര പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുറച്ച് ഇങ്ങോട്ട് വറ്റിച്ചെടുക്കുക. ഇതേപോലെ ആവണം കേട്ടോ വെള്ളം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറിനാൻ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.